ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും പതുക്കെ ഉച്ചയ്ക്ക് ഒരു 12:30 ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് കോതീശ്വരം ബീച്ചിലേക്കാണ്. പാപ്പു ഭയങ്കര ഹാപ്പിയിലാണുള്ളത്. അവൻ കുറേ ദിവസമായിട്ട് പറയുന്നു നമുക്ക് ബീച്ചിലേക്കൊക്കെ ഒന്ന് പോകണം, അവിടെ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ കോതീശ്വരം ബീച്ചിലെത്തി. കോതീശ്വരം കഴിഞ്ഞ മഴയ്ക്ക് അല്ലാതെ തന്നെ കര കയറിയിട്ട് കുറേ മരങ്ങളൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട്. പാപ്പുവിന് താഴെ വീണ മരത്തിലെത്തിയപ്പോഴേക്കും പാപ്പുവിന് ആകെ ആവേശമായി. അമ്മയും മോനും കൂടെ ഫുൾ എൻജോയ്മെൻ്റാണ്. കോഴിക്കോടുകാർക്ക് പരിചിതമായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് ഈ കോതീശ്വരം ബീച്ച്. മാറാട് സൈഡിലായിട്ട് ബേപ്പൂരിനടുത്താണ് ഈ ബീച്ച് വരുന്നത്. അങ്ങനെ ഞങ്ങൾ പാപ്പുവിൻ്റെ ആദ്യാക്ഷരം അവിടെ തന്നെ കുറിച്ചു കേട്ടോ. അടിപൊളിയായി, പാപ്പു ഹാപ്പിയായി. പിന്നെ ഈ വല വീശുന്നതൊക്കെ എനിക്കൊക്കെ പുതുമയുള്ള കാഴ്ചകളായിരുന്നു. പാപ്പുവിനും പിന്നെ അതിൽ കൂടെ ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ട് ഞങ്ങൾ കുറേ ഷെല്ലുകളൊക്കെ പെറുക്കിയെടുത്തു. അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളത് നേരെ അങ്ങോട്ട് തൽസ്ഥലം വിട്ടു. ദൂരെ നിന്ന് ഞങ്ങളുടെ വീഡിയോ ക്യാപ്ചർ ചെയ്യുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് ഞങ്ങൾക്ക് ഏകദേശം നല്ലോണം ക്ഷീണമായിട്ടുണ്ട് മീൻസ് ഞങ്ങൾ ടൈം അപ്പോഴേക്ക് 2 മണിയൊക്കെ ആയിരുന്നു. നല്ല ഉച്ചയ്ക്കാണ് പോയത്. ഫുഡും കഴിച്ചിട്ടില്ല. അവസാനം ഫുഡ് ഞങ്ങൾ അങ്ങോട്ട് എടുക്കുകയും ചെയ്തു. അവിടുന്ന് ഞാനും പാപ്പുവും അച്ഛയും കൂടെ ഉള്ള ഫുഡ് ഫുള്ള് കഴിച്ച് നല്ല ചോറും ചെറുപയറും മീൻ പൊരിച്ചതും കൂടെ കഴിച്ച് അടിപൊളിയായിരുന്നു. അവസാനം പാപ്പുവിൻ്റെ സ്റ്റോറി ബുക്ക് എടുത്ത് കുറേ സ്റ്റോറീസും വായിച്ച് നല്ല ഫോട്ടോസും എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തേക്ക്